പിന്നെ നമ്മൾ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യനെ പോലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ റൂമിൽ കൊണ്ട് ഈ തലക്കൊന്ന് കൊടുത്താട്ടെ വിചാരിച്ചു. ഈ വാരത്തുള്ള പള്ളികളൊക്കെ ആവുമ്പോൾ യാത്രക്കാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം സൂറകൾ ഓതുന്നതും. ആരെന്നുള്ളൊരു മൊഴികൾ പറഞ്ഞു, പിന്നെ മൈവ് എങ്ങനെ കസറാക്കാന്ന് ചോദിച്ചു. രണ്ടോ ഒന്നോ ആക്കലാന്ന്. മൈവിന് കസറാക്കണം, മരുവിനും കസറാക്കണ്ട. അപ്പോൾ അത് ഒന്നാക്കണം, ഇനി രണ്ടാക്കണം. മറ്റേ 4 രണ്ടാക്കണുണ്ട്, അപ്പം 3 രണ്ടാക്കണം വേണ്ടി അതിനെ ഒന്നാക്കിയാൽ മതിയൊന്ന്. അപ്പം ഈ നിൽക്കുള്ളതായ അപ്പോൾ നമുക്ക് ഇപ്പം ഹുതുബ, ആ ഹുതുബനെ പറ്റി ശരിക്കുള്ളൊരു വിവരം നമുക്ക് ഉണ്ടാവണം. ഹുതുബൻ്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനൊരു പള്ളിയിലേക്ക് ഹുതുബ കയറിയപ്പോൾ ഖതീബ് ഫൈന വീസദ്ദാരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അറിയുന്ന ആളെന്നെ ഖതീബ്. ഞാൻ ആദ്യം മൂപ്പരിനെ കണ്ടിട്ടില്ല. ഞാൻ നിസ്കരിച്ചാൽ പറഞ്ഞു വിചാരിച്ചു ഞാൻ ഒരു ഭാഗത്ത് ഒളിഞ്ഞതാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, പിന്നെ എന്നെ ചോറ് ചോദിച്ചാലൊക്കെ നൽകരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് കഴിക്കാതെ നിൽക്കണം, ഞാൻ പോകണം. എന്തിപ്പോൾ ബീസദ്ദാരി എന്ന് പറഞ്ഞു വെച്ച്. അപ്പം എന്നോട് പറഞ്ഞു പാടുന്ന ചെറുത് കണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ചെറുക്കിന് പഠിച്ചിട്ടാണ് പണ്ട് ചെറുതിൻ്റെ അറഫുകൾ 19 എന്നൊക്കെ, അതിൻ്റെ ആദ്യത്തത് പാടാന്നൊക്കെ എനിക്കതിങ്ങനെ ശ്രദ്ധയ്ക്ക് വന്നില്ല. എന്നാൽ നിങ്ങൾക്കത് അപ്പം മൂപ്പരും തല അങ്ങനെ ആട്ടി. മൂപ്പര് പറഞ്ഞത് ശരി തന്നെയാണെന്നാണ് മൂപ്പരും വിചാരിച്ചത്. പിന്നെ നമ്മൾ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യനെ പോലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ റൂമിൽ കൊണ്ട് ഈ തലക്കൊന്ന് കൊടുത്താട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ റൂമിൽ വിളിച്ചു സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം ഇങ്ങനെ ഈ ഖുതുബയിൽ ഇറാബുകളൊക്കെ തെറ്റിപ്പോവുക, അതൊക്കെ ജനങ്ങൾ അറിയുന്ന ആളുകളും സദസ്സിലുണ്ടാവുമല്ലോ, പരിഹസിക്കപ്പെടും. പിന്നെ ചില ആളുകൾ ഈ വാരത്തുള്ള പള്ളികളൊക്കെ ആവുമ്പോൾ യാത്രക്കാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം സൂറകൾ ഓതുന്നതും. അപ്പം ഞാൻ തന്നെ നാളെ നിസ്കരിച്ചാൻ കഴിയപ്പോൾ അയാൾ പിന്നെ അൽബക്കറ ഓതാത്തിയപ്പോഴാണ് ഭാഗ്യം സുബൈക്കുന്നു. എന്നാലും കുറച്ച് ജിരിക്കിടയ്ക്ക് വേഗത്തിനൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ അതിൽ കുടുങ്ങിയെന്ന് പറയാം, മനസ്സിലായില്ല. കീഴ വരെ നമ്മളിരിക്കണം. പിന്നെ ദ്വായഞ്ഞാട് എണിച്ചു പോകാനും പറ്റില്ല. കേട്ടോ, തങ്ങൾ ദ്വായഞ്ഞാട് എണിച്ചു പോയി എന്ന് പറയും. പിന്നെ അവിടെ ഉള്ളതൊക്കെ സഹിച്ചവിടെ ഇരിക്കാതെ. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഒരു ഇഖ്തിസാദ്, ഒരു മിതത്വം നമ്മളെ പ്രവർത്തികളിലൊക്കെ ഉണ്ടാവണം. നമ്മളെ ദുആഇ അതുപോലെ തന്നെ നമുക്ക് വേറെയുള്ള സെമീനിൽ നോക്കി പഠിച്ചതെല്ലാം കൂടി ദ്വാരക്കല്ല വേണ്ടത്, ആവശ്യമുള്ളതൊക്കെ ദ്വാരക്കാം. അപ്പം അങ്ങനത്തെ സംഗതികളൊക്കെ ശ്രദ്ധിച്ച് നമ്മളൊക്കെ കുട്ടികളോടൊക്കെ എപ്പോഴും ഉപദേശിക്കണത് തന്നെയാണ് ഈ സംഗതി. പക്ഷേ ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഉപദേശത്തിലേക്ക് ഒരു കാര്യം ഉണ്ടാവില്ല, ഓരോരുത്തരും മനസ്സിലാക്കിയതായിരിക്കും ചെയ്യുക. അപ്പം എന്തോ ആവട്ടെ, എങ്ങനെ ആയിരുന്നാലും നമ്മൾ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ആദർശം അത് വലുത് തന്നെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മഹല്ലത്തുകളിലൊക്കെ ആ ആദർശം പ്രചരിപ്പിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിലനിൽക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും നിങ്ങൾ ആദ്യം തന്നെ ഭാഗമാകരുത്. അതിനെ ശക്തിപ്പെടുത്താൻ, അതിനെ വേണ്ടതുപോലെ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങൾ പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള ഒരു ഉപസംഘടന ആവണം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മുഷാവറയിലത് അംഗീകരിച്ചു. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ആലിമീങ്ങളല്ലേ, നിങ്ങളൊന്നും മറ്റൊരേതെങ്കിലും സംഘടനൻ്റെ പിന്നിൽ നിൽക്കണ്ട, സമസ്തൻ്റെ നേരെ ഡയറക്റ്റ്. അപ്പം അന്നേക്ക് നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഉസ്താദന്മാരൊക്കെ ആ ബഹുമാനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അന്നേക്കുള്ളൊരു ബഹുമാനമുണ്ട്, ആ നിലക്ക് ബഹുമാനിക്കണമെന്ന് ജനങ്ങളോടൊക്കെ എപ്പോഴും പറയുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും ആ നിലക്കുള്ളൊരു ബഹുമാനവും ആദരവും ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. സമസ്തനെ ഒരിക്കലും ഏതെങ്കിലും നിലക്ക് വ്യംഗ്യമായോ സൂചനാപരമായോ ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. സമസ്തൻ്റെ തീരുമാനങ്ങളൊക്കെ അത് കാറ്റിൽ പറത്തുന്നവരുണ്ട്, സമസ്തനെ ചെറുതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പല പൊള്ളും പറയുന്നവരുണ്ട്, പലരെ കൊണ്ടും പറയിപ്പിക്കണവരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്ന ഒരുത്തനോട് മുമ്പ് ചോദിച്ചു ഇതെങ്ങനെയൊക്കെ പറയാൻ കാരണം ഒന്നല്ല, എന്നെ 2-3 ആളുകളാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ന ആചാരാണ്, ഒന്ന് ഇന്ന ആചാരാണെന്ന്, ഒന്ന് ഇന്ന മൂല്യരുമാണെന്നാണ്. ഓലാണ് എനിക്കിതൊക്കെ എഴുതി തരുന്നത്. കാരണം ഇവൻ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഇപ്പം പറഞ്ഞു? ഞാൻ വിചാരിച്ചു ഇവൻ എന്താ ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറിയില്ല, എങ്ങനെ ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതാണ് ആരോ എഴുതി കൊടുത്തത് പറയണം. പിന്നെ എന്തെങ്കിലും പൈസ ഇട്ടലുണ്ടാന്ന് ചോദിച്ചു. അതും ഉണ്ടെന്നാണ്. അപ്പോൾ ആ പണിയൊക്കെ നമുക്കും അറിയാത്തതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ശങ്കര പേരുള്ളവരോ അല്ലാത്തവരൊക്കെ ഉണ്ടാവും.
അനിൽ മുഹമ്മദൊക്കെ കൂട്ടി എഴുതിയതും അങ്ങനത്തെ അല്ലാത്ത പല പേരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തോന്നിയസനം പറയിപ്പിക്കുന്ന പണികളൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ലോ. അതൊന്നും നമ്മളുടെ മാന്യതയുടെ നമ്മളുടെ പാരമ്പര്യമാവുന്ന സ്വഭാവത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വഭാവത്തിനോടൊന്നും യോജിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കണമെങ്കിൽ പറയുന്നവരൊക്കെ പറയട്ടെ. ഷെയ്ഖുന പറഞ്ഞതുപോലെ പറയുന്നവരൊക്കെ പറയട്ടെ. അവൻ്റെ വല്ല നന്മയുണ്ടെങ്കിൽ അത് നമ്മളെ ഹസനാത്തുക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വെറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നന്നായി. കാരണം അധികം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുന അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ വലുതുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ നമുക്കും പറയാനുള്ളത് അങ്ങനെ നല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും വേണ്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെ സംഘടന കാത്തു രക്ഷിക്കട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പൂർണ്ണമായി ഇതൊരു ദീനിൻ്റെ സംഘടനയാണ്, ദീനിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക, നല്ല നിയ്യത്തോടുകൂടി പ്രവർത്തിക്കുക. സംഘടനയുടെ 100-ാം വാർഷികം അതൊരു സംഭവമാക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മഹല്ലത്തുകളിലും അതിൻ്റെ സന്ദേശം അറിയിക്കേണ്ടവർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അറിയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നിലക്ക് ആ സന്ദേശമൊക്കെ അറിയിച്ചു കൊണ്ടിട്ട് ഈ സംഘടന എല്ലാ നിലക്കും വളർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജമിയത്തുൽ ഖുതബാഇൻ്റെ ഈ പ്രവർത്തനത്തിൽ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ ഉസ്താദന്മാർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവിധ ഷറുകളിൽ നിന്നും ശത്രുക്കളുടെ ഷറുകളിൽ നിന്ന് ഹാസിദീങ്ങൾ, വായ്മീങ്ങൾ, മുസ്ലിങ്ങൾ എല്ലാ ഷറും അല്ലാഹു സംഘടനയും നമ്മളെ ഉസ്താദന്മാരെയും നമ്മളെ സാദാത്തുക്കളെയും നമ്മളെ വാഹിനി എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ പ്രവർത്തകരെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.